3-4 പറമ്പുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. അവർക്ക് അവിടെ താമസിക്കാൻ വയ്യാത്തതുകൊണ്ട് ആ ആളുകളൊക്കെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ അവര് ബസ് വന്ന് തിരിഞ്ഞു മുതക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടങ്ങളിൽ ആൾക്കാർക്ക് താമസിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇടയ്ക്ക് ചില സീസണിൽ എങ്കിലും നല്ലോണം വെള്ളം കയറി വരുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ ഈ വെള്ളം കയറുന്നു എന്നുള്ളത് ഒരു ആഗോള പ്രശ്നമാണ്. തീരദേശം ഇടിയുന്നു. അതിന്റെ ഫലമായിട്ട് തീരദേശത്തെ റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പോകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ കുറെ കാലത്തേക്കെങ്കിലും പ്രശ്നങ്ങളിലാവുന്നു. അവിടങ്ങളിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ആളുകളെ ദൂരെയുള്ള സ്കൂളുകളിലേക്ക് മറ്റും മാറ്റി പുനരധിവസിപ്പിക്കേണ്ടി വരുന്നു. നമ്മൾ ചെല്ലാനത്തിന്റെയൊക്കെ വാർത്താ മത്സരം കേട്ടുകൊണ്ടിരുന്നതാണ്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുകയാണ്. അതിൽ നിന്ന് നമുക്ക് അതിന്റെ കാരണങ്ങളിലേക്ക് പോകാം. ചെറിയ വീഡിയോയാണ്, അത് സൂക്ഷിച്ചു നോക്കിക്കോളൂ. പോന്നു കഴിയുമ്പോൾ ആ സ്ഥലത്ത് നോക്കും. കണ്ടോ അവിടെ എത്ര ഇൻസിഡന്റ് ആയിട്ടാണ് വീഡിയോ. നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ വലിയ മഞ്ഞ് പാലുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ മഞ്ഞ് പാലുകളൊക്കെ ഇതുപോലെ നിരന്തരം ഓരോ നിമിഷവും പല സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് ഒരു നിമിഷം പിന്നെ അടുത്ത നിമിഷം വേറെ സ്ഥലത്തുണ്ട്. ഒരേ നിമിഷം പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഇടിഞ്ഞു വീഴുകയോ, കരപ്രദേശം പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ഒഴുകി വെള്ളമായിട്ട് ഒഴുകി കടലിലേക്ക് ചേരുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇതിന്റെ ഒരു കണക്കാണ് അവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല വീഡിയോ തീരുമ്പോ